പോലീസ് സ്റ്റേഷനിൽ വന്ന് സുഖിച്ചെങ്ങിരിക്കുക പൊന്നുമോൻ. ഇവിടെ വാടാ. മോഷണമാണ് നിന്റെ പണി എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. പിന്നെന്തിനാണ് ഇന്നലെ കല്യാണ വീട്ടിൽ വെച്ച് നാട്ടുകാർ തന്നെ പിടിച്ചു തല്ലിയത്? എന്റെ പൊന്നു സാറേ, ഞാൻ ഈ ഇടയ്ക്ക് മോഷണമൊക്കെ നിർത്തി. ഈ കല്യാണത്തിന് പാചകത്തിന് പോകുന്ന ചെറിയ പരിപാടിയൊക്കെ എടുത്തായിരുന്നു. വെരി ഗുഡ്. ഈ ഇടയ്ക്ക് ഒരു വീട്ടിൽ ചെന്ന് പാചകത്തിനൊക്കെ ചെന്നപ്പോഴേ 25 കൂട്ടം കറിയും വെച്ച് 3 കൂട്ടം പായസം വെച്ചപ്പം അവിടുത്തെ വീട്ടുകാരും നാട്ടുകാരും കൂടി ചേർന്ന് തന്നെ തല്ലി ചതച്ചത്. എടാ 25 കൂട്ടം കറിയും 3 കൂട്ടം പായസം വെച്ചിട്ട് എന്തിനാടാ നിന്റെ നാട്ടുകാർ പിടിച്ചു തല്ലിയത്? ഇതൊക്കെ വെക്കുന്ന തിരക്കില്ലേ ചോറ് വെക്കാൻ മറന്നുപോയി. അപ്പൊ നിന്നെ തല്ലല്ല കൊല്ലല്ല വേണ്ടത്. എടാ ഇവിടുത്തെ SI ആരാ നിനക്കറിയോ? ഇല്ല. മിന്നലാടാ മിന്നല്. ആഹാ, മിന്നല് മാത്രമേ ഉള്ളൂ. അപ്പൊ ഇടിയൊന്നും ഇല്ലല്ലേ? ഇടി ഇല്ലേതാ. ഒരു SI വന്നിട്ട് പോലീസുകാരന് വലിയ ബഹുമാനം ഉണ്ടോ? സാറിനെ തല്ലാൻ കയ്യോർത്തിയല്ല, സല്യൂട്ട് ചെയ്തല്ലേ? ആണോ? അതെ. എടാ എന്റെ ഇളയ ചെറുക്കൻ എന്നെ അടിച്ചത് പിന്നെ ആര് കൈ പൊക്കിയാലും എനിക്ക് ഭയങ്കര പേടിയാന്നേ. അത് ശരി, ഇളയ ചെറുക്കൻ അടിച്ചു. അതൊക്കെ എന്റെ ചെറുക്കനായിരിക്കണം. അവനൊക്കെ അങ്ങനെ ചെയ്താൽ അടിച്ച് ഞാൻ അവനെ പല്ലി അടിക്കും. പിള്ളേരെ അടിക്കരുത്. ഇങ്ങുള്ള ചെറിയ കാര്യങ്ങൾക്ക് കൊച്ചു കുഞ്ഞുങ്ങളെ തല്ലരുത്. സോറി സാർ. കൊച്ചു കുഞ്ഞുങ്ങളെ പിന്നെ നമ്മൾ എന്ത് ചെയ്യണമെന്നാ സാർ പറയണേ? കൊട്ടേഷൻ 10-3 കൊടുത്ത് അവര് വന്ന് കൊച്ചിന്റെ കയ്യോ കാലോ വെട്ടിക്കൊണ്ടു പോകും. നമ്മൾ എന്തിനാ പിള്ളേരെ അടിക്കുന്നത്? നമ്മള് പിള്ളേരെ അടിക്കേണ്ട കാര്യമില്ല. കണ്ടോ, വന്ന് കയറിയില്ല, ഒരു ഒറ്റ നമ്പറുണ്ട്, ലോകം മൊത്തം കൊടുത്തേക്കുവാ. ഹലോ ഹലോ, എന്തോ പോലീസ് സ്റ്റേഷനിലാണോ? എന്റെ അമ്മേടാന്ന് സാറേ, ഒരാൾ എന്റെ മൊബൈലിൽ വിളിച്ചിട്ട് അജന്താലോടത്തിലേക്ക് വന്ന് പറഞ്ഞ് ശല്യം ചെയ്യുമോ സാറേ? ആണോ? പെങ്ങളൊരു കാര്യം ചെയ്യ്, അവന്റെ ഡീറ്റെയിൽ എടുത്താ ഇടിച്ചവനെ നട്ടരിയാവൂരാം. ഇടിക്കൊന്നും വേണ്ട. പിന്നെന്തോ അജന്താലോടത്തിലേക്ക് പോകാനുള്ള വഴിയൊന്ന് പറഞ്ഞു തന്നാ മതിയേ. അവള് പറഞ്ഞു കേട്ടോ, ലോഡിച്ചോട്ടുള്ള വഴി ഞാൻ പറഞ്ഞു കൊടുക്കാന്. കോൺസ്റ്റബിളേ, എന്താ സാറേ? ഈ സൗണ്ട് കേട്ടിട്ട് എന്റെ ഭാര്യയുടെ ശബ്ദം പോലെ ഉണ്ടല്ലോ. അത് ഞാൻ സമ്മതിക്കും. സാറിന്റെ ഭാര്യ കജന്ത ലോഡ്ജിലേക്കുള്ള വഴി കറക്റ്റ് ആയിട്ട് അറിയാം. കൊറേ നേരം ഇവിടെ മനസ്സിലായില്ലേ? ഇല്ല. നമ്മളെ പോലീസ് സ്റ്റേഷന്റെ കോമ്പൗണ്ടിലുള്ള തെങ്ങ് കയറി തേങ്ങ മോഷ്ടിച്ച കള്ളനാ. ഏത് നമ്മുടെ സ്റ്റേഷന്റെ ഫ്രണ്ടിലെ തെങ്ങിൽ കയറി ഇവൻ തേങ്ങ പൊട്ടിച്ചു. ആ സാർ, അതും ഞാൻ SI ആയിരിക്കുന്നേ. സ്റ്റേഷന്റെ ഫ്രണ്ടിലെ തെങ്ങിൽ കയറി ഇവൻ തേങ്ങ പൊട്ടിച്ചു. പോലീസ് സ്റ്റേഷനിൽ കയറി തേങ്ങ പൊട്ടിക്കും. പോലീസ് സ്റ്റേഷനിൽ ഇത് തറവാടാന്നോ? പോലീസുകാർ കൂടെ പഠിച്ചവരാന്നോ? ഞങ്ങൾ നിന്റെ മാമനോ മച്ചമ്പയും കാണാൻ വന്നു. തേങ്ങ പൊട്ടിക്കാൻ കയറുവോ? അങ്ങനെ ആരെങ്കിലും കാണിക്കൂടാ കണ്ണാ? അങ്ങനെ ആരെങ്കിലും ചെയ്യൂടാ മുത്തേ? അങ്ങനെ കാണിക്കോ നീ? അങ്ങനെ കാണിക്കോ നീ? എന്ത് പടം നിന്റെ ശബ്ദത്തിനൊരു മാറ്റം? സാറിന്റെ പിച്ചിന്റെ സ്ഥാനവും മാറിപ്പോയി. എന്താണ് നിന്റെ പേര്? എന്റെ പേര് ഓന്തുരാഘവൻ. ഓന്നുള്ള നിന്റെ അച്ഛന്റെ പേരാണ്. എന്താണ് നിന്റെ അച്ഛന്റെ പേര്? എന്റെ അച്ഛന്റെ പേര് എനിക്ക് അറിയത്തില്ല സാറ്. അതെന്താണ് അറിയാത്തത്? അമ്മ എപ്പോഴും പേര് മാറ്റി മാറ്റി പറഞ്ഞോണ്ട്. നമുക്ക് ഒരു പേരിട്ടാലോ? എന്താ സാറേ? പല വക ഷാജി. സത്യം പറഞ്ഞ എങ്ങനെയാ തേങ്ങ പൊട്ടിക്കാൻ പോയേ? സാറേ, അടുത്ത രാത്രി 12 മണിയായി കാണും. ഞാൻ സെക്കൻഡ് ഷോ കഴിഞ്ഞ് വീട്ടിലോട്ട് പോയായിരുന്നു. അപ്പോഴാണ് സ്റ്റേഷന്റെ മതിൽ ഞാൻ കണ്ടത്. ഈ മതിൽ ഞാൻ എടുത്ത് ചാടിയപ്പോ കുപ്പച്ചില് കൊണ്ട് കാല് കീറിപ്പോയി. ഈ കീറിയ കാലും കൊണ്ട് ഞാൻ തെങ്ങിന്റെ ചുവട്ടിലോട്ട് പോയ കാഴ്ച സാറുമാരൊന്ന് കാണണമായിരുന്നു. നീ കീറിയ കാലും കൊണ്ട് എങ്ങനെയാണ് നടന്നു പോയേ? ഒരുമാതിരി ശിങ്കാരി മേളക്കാര് പോണ പോയല്ലേ? ചെണ്ടമേളക്കാരി പോന്ന പോലെ. താനൊരു കാര്യം ചെയ്യ്, ഇതൊക്കെ ഊരി വെച്ചിട്ട് വല്ല മയിലാട്ടത്തിനും പോടൂ. കേട്ടോണ്ട് നിൽക്കുന്നു. ബാക്കി പറ. തെങ്ങിന്റെ ചവിട്ടി ചെന്ന് നിന്നിട്ട് പോട്ട് കയറി കാഴ്ച സാറുമാരെന്ന് കാണണമായിരുന്നു. എങ്ങനെയാ കയറി പോയേ? നിന്റെ ചെണ്ടമേളത്തിന്റെ റേറ്റ് എത്ര? അറിയില്ല. ചെണ്ടമേളം നടത്തുമോ? എന്റെ പൊന്നു സാറേ,
മേളിൽ ചെന്നിട്ട് ഞാൻ താപ്പോട്ട് ഇറങ്ങിയപ്പോണ്ടില്ല എന്റെ കാലങ്ങോട്ട് തെറ്റി. മഴയാ. തെറ്റി, 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 കുട്ടനാടൻ കുഞ്ചയിലെ കൊച്ചുവെണ്ണ കുയിലാള് കൊച്ചു വേണം കുഴൽ വേണം കുരവ വേണം ഉദിച്ച് താറാതിത്തൈ തിത്തൈ ഇടകതൈ ഉദിച്ച് താറാതിത്തൈ തിത്തൈ ഇടകതൈ ഉദിച്ച് താറാതിത്തൈ. നിർത്തണോ? എസ് ഐ ആന്ന് ഞാൻ നോക്കൂല. തൊഴ വച്ചൊരു കീറ് തരും ഞാൻ. ഓ എസ് ഐ തെറി വിളിക്കുമ്പോ കേട്ടോണ്ടിരിക്കുന്നു. എന്റെ പൊന്ന് സാറ്, തെങ്ങിന്റെ ഒരു സൈഡിൽ കൂടെ പോട്ട് കയറിയിട്ടുണ്ടല്ലോ, മറു സൈഡിൽ കൊടുത്ത ആ പോട്ട് ആട്ടെ എന്റെ പൊന്നുമോൻ ഏതെങ്കിലും മോട്ടിക്കാൻ കേറിയത്? ആ ഫ്രണ്ടിൽ കാണുന്നത് ആ വളഞ്ഞതെങ്ങനെയാന്നു സത്യമാന്നേ? സത്യം. അയ്യോ നീ എവിടെ കിടന്ന കള്ളനാടാ? മണ്ടയിലത്തെ തെങ്ങിലെന്നാ മോട്ടിക്കാൻ കയറുന്നേ. മണ്ടയിലത്തെ തെങ്ങി മോട്ടിക്കാൻ കയറുമോ? പോലീസ് സ്റ്റേഷനിൽ തേങ്ങ പിടിച്ച് തിരിക്കുമോ? തേങ്ങ മോട്ടിക്കാൻ കയറുമോ? ബാക്കി കണ്ടാ ബഹുമാനിക്കാവോ? ഞങ്ങൾ നിന്റെ മാമനെ മച്ചമ്മയും കണ്ട വാങ്ങുമോ? അങ്ങനെ ആരെങ്കിലും കാണിക്കൂടാ കണ്ണാ? അങ്ങനെ കാണിക്കോ നീ? അങ്ങനെ ചെയ്യൂ നീ? ഇവിടെ ഇവനെ തൊടാൻ പറ്റത്തില്ല, ഭയങ്കര ശല്യം വന്നില്ല ഇത്. ഒരു കാര്യം ചെയ്യ്, നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കുന്ന പോക്കോ. ഞാൻ പോത്തില്ല, കഷ്ടമുണ്ട് പോകാന്. സത്യമായിട്ട് ഞാൻ പോത്തില്ല. സാറുമാർ എന്നെ പറഞ്ഞു വിട്ടാലുണ്ടല്ലോ, ഞാൻ ഇനി പോക്കറ്റ് അടിച്ചോണ്ട് ഇവിടെ വരുമല്ലോ. എന്തിനാടാ? അപ്പൊ രണ്ടുപേരും കൂടെ ചേർന്ന് എന്നെ അപ്പിച്ചല്ലോ. നല്ല ഇടി വെച്ച് കൊടുക്കാം, നല്ല ഇടി വെച്ച് കൊടുക്കാം, നല്ല ഇടി വെച്ച് കൊടുക്കാം. ഇത് ഞാൻ എന്റെ കെട്ടിയനാ സാറ്. സാറ് കേക്കണം, ഞാൻ നല്ല അന്തസ്സും തറവാടത്തും സൗന്ദര്യമൊക്കെ ഉള്ള കുടുംബത്തിലെ പെങ്കൊച്ചായിരുന്നു. സൗന്ദര്യ റാണി. എന്റെ സാറ്, ഞാൻ ഈ സ്റ്റേഷനിലേക്ക് കയറി പോന്നപ്പോണ്ടല്ലോ, ആ സ്റ്റേഷന്റെ വാതക ഇരിക്കുന്ന ചെറുപ്പക്കാര് പിള്ളേര് തന്നെ പറയണ കേൾക്കണായിരുന്നു. എന്താ പറഞ്ഞേ? നോക്കടാ അളിയ, ഒരു പടക്കം പെങ്കൊച്ചു പോകുന്നു. വീട്ടിൽ വന്ന ഒരു കമ്പം തന്നെ കാണാനോടി. എന്റെ സാറ്, ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞിട്ട് 10 വർഷമായി. ഇന്നലെ വൈകിട്ട് ഇങ്ങനെ എന്നോട് പറയുവാണ്, എന്റെ കൊച്ചിന് ഇങ്ങേർക്ക് വേണമെന്ന്. എന്റെ കൊച്ചിനെ എനിക്ക് വേണം സാറേ. സാറേ, എനിക്ക് അപ്സരസിനെ വേണ്ട, എനിക്ക് ബന്ധം ഒഴിയണം, എന്റെ കൊച്ചിനെ എനിക്ക് വേണം. എനിക്ക് എന്റെ കൊച്ചിനെ വേണം. നീ ഏത് കോടതി ചെന്നാലും ഏത് സ്റ്റേഷനിൽ ചെന്നാലും ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഈ കുഞ്ഞുങ്ങള് തള്ളമാരുടെ കൂടെ വേണം ജീവിക്കാൻ. ഒരു കാര്യം ചെയ്യ്, പെണ്ണുമ്പോളെ നിന്റെ കൊച്ചിനെ നീ കൊണ്ടുപോകട്ടെ. എനിക്ക് സാറിനോട് ഒരു ഉദാഹരണം ചോദിക്കണം. എന്താണ് ഉദാഹരണം? നമ്മളൊരു ATM കൗണ്ടറിൽ ചെന്നിട്ട് കാർഡ് ഇട്ട് പൈസ എടുത്താൽ ഈ പൈസ എനിക്ക് സ്വന്തമോ അതോ ATM കൗണ്ടറിന് സ്വന്തമോ? പറയൂ. എങ്ങനെ? മനസ്സിലായില്ല. നമ്മളൊരു ATM കൗണ്ടറിൽ ചെന്ന് കാർഡ് ഇട്ട് പൈസ എടുത്താൽ ഈ പൈസ എനിക്ക് സ്വന്തമോ അതോ ATM കൗണ്ടറിന് സ്വന്തമോ? പറയൂ, പറയൂ സർക്കാർ. അപ്പൊ എന്റെ കൊച്ചിനെ എനിക്ക് വേണം. താങ്ക് യു. അതെ, അവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോകണേ ഞാൻ കൊണ്ടുപോക്കൂ. പക്ഷെ നിങ്ങൾ കൊണ്ടുപോകണ ആ കാശ് വേറെ പലരുടെ അക്കൗണ്ടിലെ കാശാന്നോർത്താണ്.